ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 11 മണിയായിട്ടോ, രാത്രി 11 മണി. ഒരുങ്ങി കെട്ടി നേരെ സിറ്റി സെന്ററിൽ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഉള്ള ഒരു ഗ്യാതറിംഗ്. അതാണ് നമ്മുടെ വളർന്ന് പടർന്ന് പന്തലിച്ചെങ്കിൽ പോലും ഉള്ളിലെ കുട്ടികളെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നപ്പോഴത്തേനും ഫുട്ബോൾ കളിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ്. അവിടുന്ന് നമ്മൾ നേരെ പോയത് വെതർസ്പൂണിലോട്ടാണ്. നമ്മളെ കയറ്റിയില്ല, കാര്യം നമ്മുടെ കയ്യിൽ ഫിസിക്കൽ ഐ ഡി ഇല്ലായിരുന്നു. കാര്യം എല്ലാവർക്കും 10-30 വയസ്സൊക്കെ ആവാറെങ്കിലും 30-ൽ കൂടുതലുള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ അവർ കയറ്റി വിട്ടു. നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ ആൾക്കാർ അവർ കയറ്റുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ എന്തെന്നറിയാമോ, ഇവിടെ 16-ഉം 17-ഉം ഒക്കെ വയസ്സുള്ള പിള്ളേരുണ്ടല്ലോ, നമ്മളെക്കാളൊക്കെ വലുതാണെന്നേ. അതുകൊണ്ടാണ് അവർക്ക് ഈ ഡൗട്ട്. നമ്മൾ പ്രായപൂർത്തി നല്ല കംപ്ലീറ്റ്ലി പാളിപ്പോയല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടാവാന്ന് നമ്മൾ നേരെ KFC-ലോട്ടാണ് പോയത്. വല്ല ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വിചാരിച്ചു. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് വിശപ്പ് കൂടിയോ എന്നിട്ട് അത്ര നേരം എനിക്കൊരു വിശപ്പില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം എനിക്ക് വല്ലാണ്ട് വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കിട്ടിയ ഉടനെ ഞാൻ മക്കാന്ന് കഴിക്കാൻ തുടങ്ങി. ഡയറ്റിനെയൊക്കെ അങ്ങനെ ഊതിപ്പറത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ KFC ഒക്കെ കടിച്ചു പറിക്കാൻ തുടങ്ങി കേട്ടോ. രാത്രി 11:30 6-ന് മുന്നേ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു ഇതെൻ്റെ ചീറ്റ് ഡേ ആണെന്ന്. ഒരു റെഗുലർ പോപ്കോൺ എന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും വലിപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി വലിപ്പം കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. കഴിച്ച് നേരെ അടുത്ത വെതർസ്പൂണിൽ പോയി. അവിടെയും ഒന്ന് ട്രൈ ചെയ്യാം. അവിടെയും ഫിസിക്കൽ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയി കുത്തിയിരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. കാര്യം ഇനി വീട്ടിൽ പോയി ഐ ഡി എടുത്ത് വരുമ്പോഴത്തേന് സമയം ഒരുപാട് ലേറ്റ്. ഭാഗ്യത്തിന് അവിടെ ഫിസിക്കൽ ഐ ഡി വേണ്ടായിരുന്നു, വിസ കാണിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ വിസ ഒക്കെ കാണിച്ചിട്ട് നമ്മളെല്ലാവരും അകത്ത് ഇരിപ്പ് ഉറപ്പിച്ച് തന്നെ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ തുടങ്ങി. അതായത് വെതർസ്പൂൺ ഒരു ആപ്പ് ഉണ്ട്, അതിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഞാൻ മെനു കണ്ട് ഞെട്ടി കേട്ടോ. സെക്സ് ഓൺ ദ ബീച്ച് അത് ഞാൻ ഓൾറെഡി കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടില്ലേ മോൺസ്റ്റർ മാർട്ടിനി, അത് ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത് മാംഗോ മോൺസ്റ്ററും കോക്ടെയിൽസ് ആണ് കേട്ടോ. 2 കോക്ടെയിൽസ് ഓർഡർ ചെയ്തു. ഇങ്ങനെ വെറൈറ്റി പേരുള്ള കുറേ കോക്ടെയിൽസ് ഞാൻ മെനുവിൽ കണ്ടു കേട്ടോ. നമ്മൾ 2 എണ്ണം അതിൽ നിന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ അത് വന്നു, സെറ്റായി. ചേസ് ഒക്കെ പറഞ്ഞ് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തു. പിന്നെ ബിയർ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്ത്. ഇനി കോക്ടെയിൽ വേണ്ട. അങ്ങനെ അവിടുത്തെ ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാതെ നിവർത്തിയില്ല. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ വീട്ടിൽ പോണില്ല. നമ്മൾ നേരെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട്. ഒരു 10 മിനിറ്റ് നടന്നിട്ടാണ് കേട്ടോ പോണത്. കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റ്. സ്ലീവ്ലെസ് ആയിട്ട് ഇറങ്ങി ഞാൻ വിജനമ്പിച്ച് പോയി കേട്ടോ. അങ്ങനെ അവർ ഫ്ലാറ്റിൻ്റെ താഴെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ പൂള് കളിക്കാൻ തുടങ്ങി. ഞാൻ നല്ല അന്തസ്സായിട്ട് സൈഡിൽ കിടന്ന് ഉറങ്ങി. ബിക്കോസ് എനിക്കൊരു അപൂർവമായ രോഗമുണ്ട്. ഉറങ്ങിയില്ലെങ്കിൽ കണ്ണിൽ കൺകുരു വരുന്ന ഒരു അപൂർവ രോഗം ബാധിച്ച ഒരാളാണ്. അവർ പൂള് കളിക്കുന്നു, ഞാൻ കിടന്ന് ഉറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ എന്നെ വിളിച്ചുണർത്തി കേട്ടോ. അപ്പോഴുള്ള വീഡിയോ ആണിത്. കണ്ടില്ല എൻ്റെ ഫേസ് ഒക്കെ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഉറങ്ങിട്ടോ. എനിക്ക് സന്തോഷമായി. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ പോവാണ്. ബൈ ടാറ്റ ബൈ സി യു. അങ്ങനെ തിരിച്ച് ഊബർ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന കാറ് ടെസ്ല ആയിരുന്നു കേട്ടോ. അതൊരു ബോണസ് ആണല്ലോ. അപ്പം നൈറ്റ് ടൈമിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ടെസ്ലയുടെ ഉള്ളിൽ. പക്ഷേ ഡേ ടൈം എനിക്ക് വലിയ ഗുമ്മ് തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അത്രേ ഉള്ളൂ. ബൈ.